നമ്മൾ പോവുകയാണ്. NCPയിൽ മന്ത്രിസ്ഥാനത്തെ ചൊല്ലി വീണ്ടും തർക്കം. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. കൊച്ചിയിൽ നടന്ന ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗത്തിലും ആവശ്യം ശക്തമായി ഉയർന്നു. ശരത് പവാർ തീരുമാനിക്കുമെന്ന് PC ചാക്കോ അറിയിച്ചു. VV അരുൺ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, നേരത്തെയും മന്ത്രിസ്ഥാനം സംബന്ധിച്ചുള്ള തർക്കം, അതിനുള്ള അവകാശവാദങ്ങളൊക്കെ ഉയർന്നതാണ്. എന്താണ് AK ശശീന്ദ്രൻ പക്ഷത്തിന്റെ നിലപാട്? എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ യോഗത്തിൽ അഭിപ്രായങ്ങൾ ഉയർന്നത്? രണ്ട് MLA-മാരാണ് സംസ്ഥാനത്ത് NCPക്കുള്ളത്. ഇത് ആദ്യം AK ശശീന്ദ്രൻ മന്ത്രിയായപ്പോൾ തന്നെ ടേം വ്യവസ്ഥയിലാണ് മന്ത്രിസ്ഥാനം നൽകുന്നതെന്ന വാദമാണ് തോമസ് കെ തോമസും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും മുന്നോട്ട് വച്ചത്. എന്നാൽ ആ വാദം അന്ന് തന്നെ NCPയുടെ സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയും അതുപോലെ മന്ത്രി AK ശശീന്ദ്രൻ തള്ളിയിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ ഒരു വലിയ വിഭാഗം NCPയിൽ നീക്കം നടത്തുകയാണ്. നേരത്തെ പലതവണ ശരത് പവാറിനെ കണ്ട് ഈ വിഭാഗം ആവശ്യം ഉന്നയിച്ചതുമാണ്. എന്നാൽ അന്നൊന്നും ശരത് പവാർ അത് അംഗീകരിച്ചിട്ടില്ല. ഇന്ന് കൊച്ചിയിൽ ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗം ചേർന്നപ്പോഴും തോമസ് കെ തോമസിനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നു. എന്നാൽ അത് തീരുമാനമെടുക്കേണ്ടത് ശരത് പവാറാണ്. ശരത് പവാറിന് നേരത്തെ ഇക്കാര്യം അറിയിച്ചിട്ടുള്ളതാണെന്ന് PC ചാക്കോ മറുപടി പറഞ്ഞു. ശരത് പവാർ തീരുമാനിക്കുമ്പോഴേ കാര്യങ്ങൾ നടക്കട്ടെ. രണ്ട് MLA-മാരെയും, അതായത് മന്ത്രി AK ശശീന്ദ്രനെയും തോമസ് കെ തോമസിനെയും ശരത് പവാർ കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിക്കും. അവിടെ വെച്ച് തീരുമാനമുണ്ടാകും എന്നാണ് PC ചാക്കോ പറയുന്നത്. പക്ഷേ PC ചാക്കോയും ഇപ്പോൾ നേരത്തെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി തോമസ് കെ തോമസിനെ, കുട്ടനാട് MLA തോമസ് കെ തോമസിനെ പിന്തുണയ്ക്കുന്നതായാണ് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ തോമസ് കെ തോമസ് മന്ത്രിയാകാനുള്ള സാധ്യത കൂടും. എന്നാൽ AK ശശീന്ദ്രൻ ഇതിനോട് ഒരു കാരണവശാലും വിട്ടുവീഴ്ച വേണ്ട നിലപാടിലാണ് AK ശശീന്ദ്രനും അദ്ദേഹത്തിനൊപ്പമുള്ളവരും. തീർച്ചയായും അരുൺ, നേരത്തെയും ദേശീയ നേതൃത്വത്തിന്റെ നിലപാടും സമീപനവും തന്നെ ആയിരുന്നു നിർണായകമായിരുന്നത്. ഇപ്പോൾ PC ചാക്കോ മറുഭാഗത്തേക്ക് മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ താല്പര്യം എന്ന തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ദേശീയ നേതൃത്വം ആർക്കൊപ്പം എന്നതിന്റെ സൂചനകൾ ലഭ്യമാണോ? സംസ്ഥാനത്ത് PC ചാക്കോ NCPയുടെ തലപ്പത്ത് വന്നതോടുകൂടി പുതിയ കുറെ ഭാരവാഹികളെ, അത് ജില്ലാ പ്രസിഡന്റുമാരും അതുപോലെ ദേശീയ സെക്രട്ടറിമാർ അടക്കമുള്ള പുതിയ ചില ആളുകളെ കൊണ്ടുവന്നു. NCPയിൽ നേരത്തെ ഉണ്ടായിരുന്നവരല്ല. അവരുടെ എണ്ണവും അവരെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ നീക്കങ്ങൾ നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും നേരത്തെ NCPയിലുള്ളവർക്ക് അവരുടെ പ്രാമുഖ്യം കുറയും. അതുകൊണ്ടാണ് ശശീന്ദ്രന്റെ മാറ്റമെന്ന ആവശ്യം ശക്തമാകുന്നത്. ഏതായാലും നിലവിൽ തീരുമാനത്തിലേക്ക് ദേശീയ നേതൃത്വമോ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വമോ പോയിട്ടില്ല. എന്നാൽ തോമസ് കെ തോമസിന് ഇനിയുള്ള സമയമെങ്കിലും മന്ത്രിയാക്കാനുള്ള നീക്കം ശക്തമാണ്. അത് അദ്ദേഹത്തിന് അനുകൂലമാണ്. ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോയുടെ നിലപാടും ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്, ശരത് പവാർ നിലപാട് തന്നെ ഏറ്റവും പ്രധാനമായി തീരും, നിർണായകമായി തീരും. ശരത് പവാർ എങ്ങനെ ഇതിനെ കാണും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ശശീന്ദ്രൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല, വിട്ടുകൊടുക്കാനും തയ്യാറല്ല. താൻ തന്നെ മന്ത്രിയായി തുടരും. ഒരു തരത്തിലുള്ള ടേം നിബന്ധനയും ഈ തുടക്കകാലത്ത് വച്ചിരുന്നില്ല. അതുകൊണ്ട് ഒഴിയാൻ പറ്റുന്ന നിലപാടിലാണ് ശശീന്ദ്രനുള്ളത്. NCPയിൽ വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ അത്ര സുഗമമാകില്ല. ഒരു കടുത്ത ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് NCP നീങ്ങുകയാണ്. ദേശീയ നേതൃത്വ നിലപാട് ശശീന്ദ്രനെതിരായാൽ ഒരുപക്ഷെ ഒരു പിളർപ്പുൾപ്പെടുന്ന കാര്യങ്ങളിലേക്ക് NCP നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. എന്തായാലും ആഭ്യന്തര പ്രശ്നം NCPയിൽ രൂക്ഷമാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ദേശീയ നേതൃത്വത്തിന്റെ നിലപാടായിരിക്കും മന്ത്രിസ്ഥാനം സംബന്ധിച്ച് നിർണായകമാകുക. VV അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.